എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും BK ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. അപ്പൊ നമ്മുടെ PYQ സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LSGSന്റെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ കേരള ബാങ്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആണ് കേട്ടോ. അപ്പൊ സമയം കളയാനില്ല, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, നൈദർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് there. വേഗം എല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്ന് ആൻസർ ആലോചിക്കുക കേട്ടോ. നൈദർ ഫുഡ് നോർ വാട്ടർ ഡാഷ് ടു ബി ഫൗണ്ട് there. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എന്തായിരിക്കും? നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വരുമ്പോ നമ്മൾ ആരെയാ നോക്കണ്ടേ? നമ്മള് സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ നൈദർ ഫുഡ് നോർ വാട്ടർ, വാട്ടർ ആണ്. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ വാസ് ആണ് വരിക അല്ലെ. നൈദർ ഫുഡ് നോർ വാട്ടർ വാസ് ടു ബി ഫൗണ്ട് there. അതായത് ആൻസർ 2 ആണ് വരുന്നത്. അപ്പൊ ആൻസർ ഇട്ട് ഓപ്ഷൻ സി 2 ആണ് നമ്മുടെ ആൻസർ, അതായത് വാസ് ആണ് വരേണ്ടത്. കിട്ടിയല്ലോ. നൈദർ ഫുഡ് നോർ വാട്ടർ വാസ് ടു ബി ഫൗണ്ട് there. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കുന്ന വേർഡ്സുകൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നേ. വിത്ത്, അലോങ് വിത്ത്, ടുഗെദർ വിത്ത്, ഇൻ അഡീഷൻ ടു, അക്കംപനീഡ് ബൈ, ലൈക്ക്, അൺലൈക്ക്, ഇതൊക്കെ വരുമ്പോ നമ്മൾ ആരെ നോക്കണം? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെ പഠിച്ചതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് റീകളക്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ, ലൊക്കേറ്റ് ദി സിനോണിം ഓഫ് സെസ്ക്യുപെഡലിയൻ ഫ്രം ദി ഫോളോയിങ്. സെസ്ക്യുപെഡലിയനിന്റെ മീനിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അറിയാവോ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ലെങ്തി വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? സെസ്ക്യുപെഡലിയൻ എന്ന് പറയാ. ഓക്കെ, ദാറ്റ് മീൻസ് യൂസിങ് പോംപസ് ലാംഗ്വേജ്. യൂസിങ് പോംപസ് ലാംഗ്വേജ് ആണ് കേട്ടോ. പോംപസ് ലാംഗ്വേജ്, നല്ല ലെങ്തി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? സെസ്ക്യുപെഡലിയൻ എന്ന് പറയാ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ 3 ആണ് വരുന്നത്. 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഓക്കെ, കിട്ടിയില്ല, കൂടെ തന്നെ പഠിച്ചു പോണം കേട്ടോ. ലെങ്തി വേർഡ്സ്. അപ്പൊ ഏതാണ്? സെസ്ക്യു. ക്യൂ ഉണ്ടല്ലോ, അപ്പൊ ക്യൂ എന്ന് പറയുമ്പോൾ ലെങ്തി ആയിട്ടുള്ള ഒന്നാണ് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റണിം ഓഫ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിന്റെ ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ആന്റണിം ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെച്ചേക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുക, നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പോ ആന്റണിം ഓഫ് ക്ലോക്ക് വൈസ് വേഗം പറ, എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് അല്ലെ. കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്നും അതേപോലെ തന്നെ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നും പറയും. സോ ആൻസർ ഇറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ് വരുന്നത്. 3 എന്ന് പറയുമ്പോൾ സി ആണ് വരിക അല്ലെ. ഓക്കെ, സോ ദാറ്റ് ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇൻവെറ്ററേറ്റ്. ഇൻവെറ്ററേറ്റിന്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ മൈൻഡിലേക്ക് ആൻസർ കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ഞാൻ പറയുമ്പോൾ അത് ചെക്ക് ചെയ്യുക. എല്ലാവരും അങ്ങനെ ചെയ്യണേ, അല്ലാതെ എന്റെ ആൻസറിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. നിങ്ങളുടെ മൈൻഡിലും കൂടെ ആൻസർ വരട്ടെ. എന്താണ് ഇൻവെറ്ററേറ്റിന്റെ സ്പെല്ലിംഗ്? ഇതേപോലെയുള്ള സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കാണ്ട് ആദ്യം തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സ്പെല്ലിംഗ് ഒന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. ഇൻവെറ്ററേറ്റിന്റെ സ്പെല്ലിംഗ് ഇറ്റ് ഇസ് ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണ് കേട്ടോ. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് INVETE, രണ്ട് സ്ഥലത്തും ഇ ആണ്. VETE RATE, റേറ്റ്. ഇൻവെറ്ററേറ്റ്. ഇൻവെറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് എന്നൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഒരു ഹാബിറ്റ് ആണ്, ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഒരു ഹാബിറ്റ് ആണ്, 2 ഇ എഴുതണ ഒരു ഹാബിറ്റ് ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇൻവെറ്ററേറ്റ് 2 ഇ ഉള്ള ഒന്നാണ് ഇൻവെറ്ററേറ്റ് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കാം. RATE. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഐഡന്റിഫൈ ദി മീനിങ് ഓഫ് ദി ഇറ്റലൈസ്ഡ് വേർഡ്സ്. ഹി വിൽ നെവർ സെറ്റ് ദി തേംസ് ഓൺ ഫയർ. സെറ്റ് ദ തേംസ് ഓൺ ഫയറിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇഡിയം ആണ്. അതിന്റെ മീനിങ് എന്താ വരുന്നേ? അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ്. ഓക്കെ, അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ് ആണ്. അച്ചീവ് സംതിങ് ആണ്, പക്ഷെ ദാറ്റ് ഇസ് അൺയൂഷ്വലി ഗുഡ് ആണ് വരുന്നത്. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഒന്ന് പഠിച്ചേക്കുക. അടുത്ത് നോക്കാം. അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പറയാവോ? ആഡ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദി
following options. None of those customers were happy. Okay, none of those customers were happy. അപ്പോ ആദ്യം തന്നെ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എഴുതി വെച്ചേക്കണം. നൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് നെഗറ്റീവ് അല്ലെ? നോബഡി, നൺ, അല്ലെങ്കിൽ ഹാർഡ്ലി, സ്കെയർസ്ലി, ബെയർലി എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഇസ് നെഗറ്റീവ് ആണ്. സെമി നെഗറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം അല്ലെ? ഇനി നൺ ഓഫ് ദീസ് കസ്റ്റമേഴ്സ് വേർ ഹാപ്പി. അപ്പൊ വേർ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സിലറി വെർബിനെ നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ ഈ എന്താ ചെയ്യണ്ടേ? പോസിറ്റീവ് ആണ്. ഓക്കെ, നണ്ണൊക്കെ വരുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആണ്. സോ ആൻസർ എന്താ? വേർ ദേ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ ആണ് നമ്മുടെ ആൻസർ. അതായത് നമ്മുടെ ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതെല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണു. കുഴപ്പമില്ലാത്തൊരു ചോദ്യമായിരുന്നു അല്ലെ? യെസ്. അപ്പോ സെറ്റ് ദി തേംസ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? അച്ചീവ് സംതിങ് അൺയൂഷ്വലി ഗുഡ് ആണ്. ഓക്കെ, ഇൻവെറ്ററേറ്റ് സ്പെല്ലിംഗ് ഓർമ്മയുണ്ടല്ലോ? VETERATE അല്ലെ? INVETERATE. ഓക്കെ, അപ്പോ ഇനി അടുത്തേക്ക് കയറാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻടു ഇൻഡയറക്ട് സ്പീച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആക്റ്റീവ് പാസീവും ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചും നിങ്ങൾ എന്തായാലും നോക്കുക കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും അതൊക്കെ തന്നെ ചോദ്യമായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺവേർട്ട് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻടു ഇൻഡയറക്ട് സ്പീച്ച്. ഹി സെഡ് ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. ഓക്കെ, ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് വരട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ പറയാവേ. വേഗം നോക്കിയിട്ട് പറ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇത്രയ്ക്ക് കാര്യമായിട്ട് ചിന്തിക്കേണ്ട രീതി വരുന്നില്ല. കാരണം നമ്മുടെ ഓപ്ഷൻസ് അത്രയും സുഖമുള്ള ഓപ്ഷൻസ് ആണ്. പോരട്ടെ. യെസ്, നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം അല്ലെ? ഹി സെഡ് ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. ലെറ്റ് us. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നോക്കിയേ, ഹി സെഡ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചിലെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താ നോക്കണ്ടേ? റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചെറിയ ആളെങ്ങ് നോക്കുക അല്ലെ? സെഡ്. അപ്പോ ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമ്മൾ മാറ്റണം. ശരിയല്ലേ? ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുള്ളത് ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. അപ്പൊ ഏത് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്? ലെറ്റ് us വെയിറ്റ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിൽ എങ്ങനെയായിരിക്കണം? പാസ്റ്റിൽ വേണം, V2 ഫോമിലേക്ക് വേണം ആൻസർ ആയിട്ട് വരാൻ. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കുമ്പോ ഹി സെഡ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ആൻസറിൽ ടെൽസും പ്രപ്പോസസ് ഈ മൂന്നെണ്ണം എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? ഇത് മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. ടെൽസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഇവിടെയും ടെൽസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രപ്പോസസ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് ഓൾസോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അത് മൂന്നും പറ്റില്ലല്ലോ. ക്ലിയർ അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവണ്ടേ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഹി പ്രപ്പോസ്ഡ്, കണ്ടോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഹി പ്രപ്പോസ് ദാറ്റ് ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ്. ഓക്കെ, ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ്. നമുക്ക് അങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ലെറ്റ് us വെയിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ലെറ്റസ് വരുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ സജസ്റ്റഡ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ വെറുതെ ടെൽസ് എന്നുള്ള രീതിയിലല്ല. ലെറ്റ് us വെയിറ്റ് ഫോർ ദി അവാർഡ്. നമുക്ക് അവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അല്ലെ? അപ്പോ ഇവിടെ പ്രപ്പോസ് അല്ലെങ്കിൽ സജസ്റ്റഡ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം, വേർഡ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഹി പ്രപ്പോസ് ദാറ്റ് ദേ ഷുഡ് വെയിറ്റ് ഫോർ ദി അവാർഡ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓപ്ഷൻസ് നോക്കുക. ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഐഡിയ ഇല്ലെങ്കിലും ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. കണ്ടോ? ഹി സെഡ് റിപ്പോർട്ടിംഗ് വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോ ഡബിൾ കോഡ്സിൽ കൊടുത്തുള്ള ഭാഗത്തിന്റെ ടെൻസ് മാറ്റണം അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയണം. അതേപോലെ തന്നെ സെഡ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഇവിടെയും V2 ഫോം വരണം. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് 3 ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മൾ ചിന്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ ചെയ്ത് നോക്കണം എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചൂസ് ദി കറക്റ്റ് preposition from the following. The public are cautioned dash pickpockets. എന്തായിരിക്കും? against ആണ് അല്ലെ? The public are cautioned against pickpockets. ഓക്കെ, അപ്പോ ഇവിടുത്തെ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് against ആണ്.
അപ്പോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ കേട്ടോ, എഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐ സ്പീക്ക് ദ ട്രൂത്ത്, ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ്. കമ്പൈൻ ദി സെന്റൻസസ് യൂസിങ് ഇൻഫിനിറ്റീവ്. ചിലപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അയ്യോ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ള ടെൻഷനൊക്കെ ആയിരിക്കും മിക്കവാറും വരിക അല്ലെ. ഐ സ്പീക്ക് ദി ട്രൂത്ത്, ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഇറ്റ്. കമ്പൈൻ ദി സെന്റൻസസ് യൂസിങ് ഇൻഫിനിറ്റീവ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? ഒന്ന് ബെയർ ഇൻഫിനിറ്റീവ് ഉണ്ട്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ ഒന്നും ചേർക്കില്ല അല്ലെ, എസ് ചേർക്കില്ല, ing ചേർക്കില്ല, അങ്ങനെയൊന്നും ചേർക്കില്ല. പിന്നെ ടു ഇൻഫിനിറ്റീവ് ഉണ്ട്. ടു ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? 2 + v1 ഫോം, ശരിയല്ലേ? അപ്പോ ഇവിടെ നോക്കുമ്പോ 2 + v1 ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഏതിലാ കൊടുത്തിട്ടുള്ളേ? ഓപ്ഷൻ 1 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഐ ആം നോട്ട് എഫ്രെയ്ഡ് ടു സ്പീക്ക് 2 + v1 ഫോം. അപ്പൊ തന്നെ ആൻസർ കിട്ടി അല്ലെ, 2 + v1 ഫോം. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 1 ആണ്. വിച്ച് മീൻസ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. കണ്ടോ, ഡിയിലാണ് ഓപ്ഷൻ 1 വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഐ ആം നോട്ട് എഫ്രെയ്ഡ് ടു സ്പീക്ക് ദ ട്രൂത്ത് 2 + v1 ഫോം. കിട്ടിയല്ലോ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ടൈം വി ലിവ് ought not to be computed by number of years but by use that has been made of them. Insert articles were necessary wherever necessary. അല്ലെ, എവിടെയൊക്കെയാണ് ആർട്ടിക്കിൾസ് ആവശ്യമുള്ളത് അവിടെയൊക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സാധാരണ നമുക്കൊരു ഡാഷ് ഒക്കെ കൊടുക്കാറുണ്ട്, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ തന്നെ നോക്കിയിട്ട് എവിടെയൊക്കെയാണോ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ ആർട്ടിക്കിൾസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ എവിടേക്കാ വരണ്ടേ? ടൈം വി ലീവ് ought not to be computed. അപ്പൊ ഇവിടെ നമുക്ക് ദ ടൈം യൂസ് ചെയ്യാം അല്ലെ. ദ ടൈം വി ലീവ്, ഓക്കെ, ഏത് സമയമാണോ അത്. ദ ടൈം വി ലീവ് ought not to be computed by number of years. ഓക്കെ, ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെ. ഏതെങ്കിലും നമ്പർ ഓഫ് ഇയേഴ്സ് ആണോ? അല്ല, ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ബട്ട് ബൈ യൂസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ദം. ഇവിടെ എന്തെങ്കിലും വേണോ? ഈ ദാറ്റ് കൊടുക്കുമ്പോ ബട്ട് ബൈ ദ യൂസ് അല്ലെ, ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ദം. ദാറ്റ് വരുമ്പോ അതിന്റെ കൂടെ നമ്മൾ സാധാരണ ദ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ബട്ട് ബൈ ദ യൂസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ദം. അപ്പൊ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആവശ്യമായിട്ട് വരുന്നത്. The time we live ought not to be computed by the number of years. Okay, the number of years, but by the use that has been made of them. കിട്ടിയോ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ സിയിലാണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. LSGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലെ. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചുള്ള ടോപ്പിക്കുകൾ ഒന്നും കൂടെ ഒന്ന് നോക്കി സ്ട്രോങ് ആക്കിയൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേരള ബാങ്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേഗം കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് ഇസ് കോൾഡ്. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിന് എന്താ പറയാ? വേഗം പറഞ്ഞത് എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് ഈഗിൾസ് അതിനെന്താ പറയുന്നത്? കൺവക്കേഷൻ അല്ലെ. കൺവക്കേഷൻ ഓഫ് ഈഗിൾസ് എന്നാണ് പറയാ. ഗ്രൂപ്പ് ഓഫ് ഈഗിൾസിന് നമ്മൾ എന്താ പറയാ? കൺവക്കേഷൻ എന്നാണ് പറയാ കേട്ടോ, കൺവക്കേഷൻ. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് നൗൺ ആണ്. കോമ്പൗണ്ട് നൗൺ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ് കോമ്പൗണ്ട് നൗൺ ആയിട്ട് വരുന്നത്? ബ്ലോക്ക് ഹെഡ് അല്ലെ. ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫൂളിഷ് പേഴ്സണെയാണ് നമ്മൾ ബ്ലോക്ക് ഹെഡ് എന്ന് പറയാ. അപ്പൊ ഇവിടെ കോമ്പൗണ്ട് വേർഡ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാണുന്നുണ്ടല്ലോ അല്ലെ, കോമ്പൗണ്ട് നൗൺ ആണ് അല്ലെ. അപ്പൊ ബ്ലോക്ക് ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൂളിഷ് പേഴ്സൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത് അല്ലെ. ഇനി അടുത്ത ചോദ്യം, ആന്റണി. ഇതൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൊക്കാബുലറിയിൽ കയറി നോക്കിയാൽ മതി. ആന്റണിം ഓഫ് ദി വേർഡ് ലാസ്റ്റിംഗ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്? ലാസ്റ്റിങ്ങിന്റെ ആന്റണിം ആണ് ചോദ്യം. അത് എഴുതി വെക്കുക കേട്ടോ. ആന്റണിം എന്നുള്ളത് എഴുതി വെക്കാം. ആന്റണിം ഓഫ് ദി വേർഡ് ലാസ്റ്റിംഗ്. ലാസ്റ്റിങ്ങിന്റെ ആന്റണിം എന്താ വരിക? ഓക്കെ, ദാറ്റ് ഈസ് മൊമെന്ററി ആണ് അല്ലെ. ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന, ലാസ്റ്റ് ചെയ്യുന്ന. അപ്പോ അതിന്റെ ആന്റണിം ആയിട്ട് വരുന്നത് മൊമെന്ററി, ഒരു നിമിഷം മാത്രം. ഓക്കെ, ചെറിയൊരു മൊമെന്റിൽ മാത്രം, മൊമെന്ററി. അപ്പൊ അതിന് കുറച്ച് എക്സ്ട്രാ വാക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എഫേമറൽ, ഓർമ്മ കിട്ടുന്നുണ്ടോ? എഫേമറൽ. എഫേമറൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിവ്ഡ് അല്ലെങ്കിൽ മൊമെന്ററി. നമ്മൾ പറഞ്ഞു എഫേമറൽ എന്ന് പറയുമ്പോൾ എഫ് മാറിയിട്ട് വേഗം തന്നെ ജി വന്നു അല്ലെ. ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ എഫ് മാറിയിട്ട് വേഗം തന്നെ ജി വന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ എഫേമറൽ നമുക്ക് പറയാം
അല്ലെ, ഷോർട്ട് ലിവ്ഡ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ആന്റണിം ഓഫ് ലാസ്റ്റിംഗ് ദാറ്റ് ഇസ് എന്താണ്, ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ള, സിനോണിം അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്, മൊമെന്ററി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, വിച്ച് ഇസ് ദി കറക്റ്റ് സ്പെല്ലിംഗ്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ലെഫ്റ്റനന്റ് ആണ്. ലെഫ്റ്റനന്റ് സ്പെല്ലിംഗ് എന്താ വരിക, ലൈ യു ടെൻ ആൻഡ് അല്ലെ. നമ്മള് സ്പെല്ലിംഗ് കറക്ഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് കിടക്കു നീ 10 ഉറുമ്പേ അല്ലെ, ലൈ യു ടെൻ ആൻഡ്. സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വെൻ ഡസ് ദി ക്ലാസ് കമൻസ്. ദ മീനിങ് ഓഫ് ദി വേർഡ് കമൻസ്. കമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് കമൻസ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക എന്ന് മീനിങ് വരുന്ന ഒരു വേർഡാണ് കമൻസ് കേട്ടോ. അപ്പൊ കിട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അല്ലെ. യെസ്. ഇനി അടുത്ത ചോദ്യം, ആഡ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ടു ദ ബേസ് ഫോം ബിലീവ്. ബിലീവിന് നമ്മൾ പ്രിഫിക്സും ആഡ് ചെയ്യണം, സഫിക്സും ആഡ് ചെയ്യണം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിന് മുമ്പിൽ ആഡ് ചെയ്യുന്ന ഒരു കുഞ്ഞു വാക്ക് അല്ലെ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ശേഷം ആഡ് ചെയ്യുന്ന ഒരു വാക്ക്. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക, ബിലീവിന്റെ മുമ്പിലും അതിന് ശേഷവും നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് മീനിങ് വരുന്ന ഒരു വേർഡ് ഏതാണ്, അൺബിലീവബിൾ അല്ലെ, അൺബിലീവബിൾ. ഇവിടെ നോക്കിയേ, ബിലീവിന്റെ മുമ്പ് യുഎനും ചേർത്തു, അതിന് ശേഷം ഏബിളും ചേർത്തു കേട്ടോ, അൺബിലീവബിൾ. അപ്പൊ ബിലീവിന്റെ സ്പെല്ലിംഗ് നോക്കാം, BELIEVE ആണ് ബിലീവ്. ചിലപ്പോ ഓപ്ഷനിൽ LEI എന്ന് കൊടുക്കും, LIE ആണ് അല്ലെ. നമ്മൾ നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ബിലീവ്, അപ്പൊ അവിടെ ഒരു ലൈ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, അപ്പൊ തെറ്റില്ല. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു UN ഇടണം. പിന്നെ അൺബിലീവബിൾ, അപ്പൊ BABLE ആണ് കേട്ടോ, അൺബിലീവബിൾ. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദി ടേം ഇറ്റ് എസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ദാറ്റ് ഇസ്. ഇത് നമ്മുടെ ലാസ്റ്റ് വേർഡ് ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗിവ് ദ സിനോണിം ഓഫ് ദി വേർഡ് അബണ്ടൻസ്. സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. അതേ മീനിങ് വരുന്ന വേർഡ് ഏതാണ്, എന്താണ് അബണ്ടൻസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, ധാരാളം അല്ലെ. അപ്പൊ പ്ലെന്റി, പ്ലെന്റി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ധാരാളം ഉണ്ട്, പ്ലെന്റി ഉണ്ട് അല്ലെ. അപ്പൊ പ്ലെന്റി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, വി ആർ ഈഗർ ടു ഗെറ്റ് ഓൺ ഇൻ ലൈഫ്. ദ മീനിങ് ഓഫ് ദി ഫ്രേസൽ വെർബ് ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ചെയ്യുക കേട്ടോ, അഡ്വാൻസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് ഗെറ്റ് ഓൺ. ഞാൻ ഓർത്തു വെച്ചേക്കണത് ഗെറ്റ്, ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടുക അല്ലെ. ഓൺ എന്ന് പറയുമ്പോൾ ഞാൻ ഓണമായിട്ടൊന്ന് കണക്ട് ചെയ്തേക്കാണ് കേട്ടോ. നമുക്ക് ഓണത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഒരു പ്രോഗ്രസ് വരും എന്നുള്ള രീതിയിൽ വെറുതെ ഓർത്ത് വെച്ചേക്കാണ്. അപ്പോ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രസ് ആണ്, പ്രോഗ്രസ് ആണ്. ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേരി ഈസ് എ ഗുഡ് സ്റ്റുഡന്റ്, ഐ ലൈക്ക് ഹെർ ഡാഷ് നേച്ചർ. മേരി നല്ലൊരു സ്റ്റുഡന്റ് ആണ്, ഐ ലൈക്ക് ഹെർ ഡാഷ് നേച്ചർ. ഒരു പോസിറ്റീവ് രീതിയിൽ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചൈൽഡ് ലൈക്ക് എന്ന് പറയണം കേട്ടോ, കുട്ടിത്തമുള്ള, ചൈൽഡ് ലൈക്ക്. ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നെഗറ്റീവ് രീതിയിൽ പറയുന്നത്, ചൈൽഡിഷ് ആണ്, ഇത്രയും വലുതായിട്ടും വളരെ എന്താ പറയാ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്, അത് കുറച്ചൊരു നെഗറ്റീവ് സെൻസിൽ പറയുന്നതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നത് ചൈൽഡ് ലൈക്ക് നേച്ചർ എന്ന് വേണം വരാനായിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ കേരള ബാങ്കിന്റെ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ടോ, നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി കമന്റ് ചെയ്യാം. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.